കടലക്കറിയും നൂൽ പൊറോട്ടയും റെഡിയാക്കാനായി കുതിർത്ത് വെച്ചിരുന്ന കടല ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായി കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ പെരിഞ്ചീരകം, പട്ട, തക്കോലം, ജാതിപത്രി, ഗ്രാമ്പു ഇട്ട് ഒന്ന് ഇളക്കി ഉള്ളിയുമായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ചേർത്ത് ഒന്ന് വഴന്നു വരുമ്പോൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കടല വെന്ത് കുക്കറിൽ ഇറക്കി പോയിട്ടുണ്ട്. മസാലയിലേക്ക് കുറച്ച് കടല കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ആ സമയം മാവ് റെഡിയാക്കി എടുക്കാം. മാവ് റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിലെ ജാലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കിയ കടായിലേക്ക് തന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് കറിവേപ്പിലയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പെരിഞ്ചീരകം ഇട്ട് ഫ്രൈ ആയി വന്നപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും വെള്ളവും ഉപ്പും ചേർത്ത് കുറുകിയ രീതിയിൽ നമ്മൾ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് റെഡിയാക്കി നോക്കൂ, അപ്പോൾ അറിയട്ടെ ഇതിന്റെ ടേസ്റ്റ്.